മൊഡ്യൂൾ 2 ലിനക്സ് ഷെൽ പ്രോഗ്രാമിംഗ്. അപ്പോൾ ഈ മൊഡ്യൂളിൻ്റെ അകത്ത് നമുക്ക് പഠിക്കാനുള്ളത് ലിനക്സിൻ്റെ കുറച്ച് കാര്യങ്ങളും അതേപോലെ തന്നെ ഷെൽ പ്രോഗ്രാമിങ്ങിനെ കുറിച്ചാണ് പഠിക്കാനുള്ളത്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഷെൽ എന്താണെന്ന് നോക്കാം. അപ്പോൾ ഷെൽ എന്ന് വെച്ചാൽ ഷെൽ ഈസ് എ പ്രോഗ്രാം ദാറ്റ് പ്രൊവൈഡ്സ് ആൻ ഇൻ്റർഫേസ് ബിറ്റ്വീൻ എ യൂസർ ആൻഡ് ആൻ ഓപ്പറേറ്റിംഗ് സിസ്റ്റം കേർണൽ. അതായത് ഷെൽ എന്ന് പറയുന്നത് ഒരു പ്രോഗ്രാമാണ്. അതൊരു യൂസറിനെയും അല്ലെങ്കിൽ നമ്മുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ കേർണലിനെയും തമ്മിൽ ഒരു ഇൻട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അതിനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളൊരു പ്രോഗ്രാമാണ്. അപ്പോൾ അതിനെയാണ് നമ്മൾ ഷെല്ലെന്ന് പറയാം. അപ്പോൾ നമ്മൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ഒരു ഷെല്ല്, അതായത് ഓരോ യൂസറിനും, അതായത് ഇപ്പോൾ നമ്മൾ സിസ്റ്റം അല്ലെങ്കിൽ യൂസർ സിസ്റ്റം ലോഗിൻ ചെയ്യുന്നതനുസരിച്ച്, അപ്പോൾ ലോഗിൻ ചെയ്യുമ്പോൾ നമ്മൾ അല്ലെങ്കിൽ ഫസ്റ്റ് കാണുന്ന ഒരു കൺസോൾ വിൻഡോ ഉണ്ടാവും, അല്ലെങ്കിൽ ആ ടെർമിനൽ ഉണ്ടാവും. അപ്പോൾ അതിനെയാണ് നമ്മൾ ഷെല്ലെന്ന് പറയാം. അപ്പോൾ ഓരോ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ അകത്തും ഓരോ ഷെല്ലുണ്ടാവും. അപ്പോൾ ഓരോ യൂസറിനും ഓരോ സ്പെസിഫൈഡ് ആയിട്ടുള്ള ഷെല്ലുണ്ടാവും. അപ്പോൾ ആ ഫസ്റ്റ് യൂസർ ലോഗിൻ ചെയ്യുമ്പോൾ കാണുന്ന ആ ഒരു വിൻഡോനെയാണ് നമ്മൾ ഷെല്ലെന്ന് പറയാം. അപ്പോൾ നമുക്ക് കേർണൽ എന്താ നോക്കാം. കേർണൽ എന്ന് പറഞ്ഞാൽ അത് നേരത്തെ പഠിച്ചു. യൂസറിനെയും ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ കേർണലിനെയും തമ്മിൽ ഇൻട്രാക്ട് ചെയ്യുന്ന ഒരു ഇൻ്റർഫേസിനെ ആണ് നമ്മൾ ഷെല്ലെന്ന് പഠിച്ചു. അപ്പോൾ ഈ കേർണൽ എന്താണെന്ന് നോക്കാം. അപ്പോൾ കേർണൽ എന്ന് വെച്ചാൽ നമ്മൾ കമ്പ്യൂട്ടറിൻ്റെ അകത്തുള്ള എല്ലാ ഓപ്പറേഷൻസും കൺട്രോൾ ചെയ്യുന്നത് കേർണലാണ്. അതേപോലെ തന്നെ കോർഡിനേറ്റ് ഓൾ യൂട്ടിലിറ്റീസ്, ഒരു സിസ്റ്റത്തിൻ്റെ അകത്തുള്ള എല്ലാ യൂട്ടിലിറ്റീസിനെയും കോർഡിനേറ്റ് ചെയ്ത് ചെയ്യുന്നതൊക്കെ ഒരു കേർണലാണ്. പിന്നെ ഷെഡ്യൂൾസ് ആൻഡ് മാനേജസ് ഓൾ സിസ്റ്റം പ്രോസസ്സസ്, അതായത് സിസ്റ്റത്തിൻ്റെ അകത്തുള്ള എല്ലാ പ്രോസസ്സും ഷെഡ്യൂൾ ചെയ്യുന്നതും മാനേജ് ചെയ്യുന്നതും ഒക്കെ ഒരു ഷെല്ലാണ്. പിന്നെ അടുത്ത് നമുക്ക് നോക്കാനുള്ളത് ഷെൽസ് അവൈലബിൾ ഇൻ യുണിക്സ്, അതായത് യുണിക്സിൻ്റെ അകത്ത് അവൈലബിൾ ആയിട്ടുള്ള കുറച്ച് ടൈപ്സ് ഓഫ് ഷെൽസ് ആണ് നമുക്ക് നോക്കാനുള്ളത്. അപ്പോൾ അതിൽ ഫസ്റ്റ് വൺ ബോൺ ഷെൽ അല്ലെങ്കിൽ SH നമുക്ക് ഡിനോട്ട് ചെയ്യാം. അപ്പോൾ ബോൺ ഷെൽ എന്താണെന്ന് നോക്കാം. അതായത് ദ ബോൺ ഷെൽ റിട്ടൺ ബൈ സ്റ്റീവ് ബോൺ. അപ്പോൾ ആ പേരിനകത്ത് തന്നെ ഉണ്ട് സ്റ്റീവ് ബോൺ. അപ്പോൾ അയാളാണ് ഈ ബോൺ ഷെല്ല് കണ്ടുപിടിച്ചത്. അപ്പോൾ അയാളുടെ പേര് വെച്ചിട്ടാണ് ഷെല്ലിന് പേരിട്ടത്, അതായത് ബോൺ ഷെൽ. ഓക്കെ. അപ്പോൾ ഇറ്റ് വാസ് പ്രിഫേർഡ് ഷെൽ ഫോർ ഷെൽ പ്രോഗ്രാമിംഗ്, അതായത് ഷെൽ പ്രോഗ്രാമിങ്ങിന് പ്രിഫർ ചെയ്തിട്ടുള്ള ഒരു ഷെല്ലാണ് ബോൺ ഷെൽ എന്ന് പറഞ്ഞത്. അപ്പോൾ ഇതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ബിക്കോസ് ഓഫ് ഇറ്റ് കോമ്പാക്ട്നെസ് ആൻഡ് സ്പീഡ്, അതായത് ഭയങ്കര സ്പീഡായിരിക്കും, അതേപോലെ തന്നെ കോമ്പാക്റ്റബിൾ ആയിരിക്കും യൂസറിനായിട്ട്. അപ്പോൾ നമ്മൾ ഏറ്റവും ഫസ്റ്റ് പ്രിഫർ ചെയ്യുന്ന ഒരു ഷെൽ എന്ന് പറയുന്നത് ബോൺ ഷെല്ലാണ്. അതേപോലെ തന്നെ ബോൺ ഷെല്ലിന് കുറച്ച് ഡ്രോബാക്ക് ഉണ്ട്. അതെന്തൊക്കെയാണെന്ന് നോക്കാം. അതായത് ദാറ്റ് ഇറ്റ് ലാക്സ് ഫ്യൂച്ചേഴ്സ് ഫോർ ഇൻട്രാക്റ്റീവ് യൂസ്, അതായത് ഇൻട്രാക്റ്റീവ് ആയിട്ടുള്ള യൂസിനൊക്കെ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. അതായത് ഇപ്പോൾ എബിലിറ്റി ടു കോൾ പ്രീ കോൾ കമാൻഡ്സ്, അതായത് പ്രീ കോൾ കമാൻഡ്സ് ഒക്കെ കോൾ ചെയ്യുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ടാവും. അതേപോലെ തന്നെ ദ ബോൺ ഷെൽ ഓൾസോ ലാക്ക് ബിൽറ്റ് ഇൻ അരിത്തമെറ്റിക് ആൻഡ് ലോജിക്കൽ എക്സ്പ്രഷൻ ഹാൻഡ്ലിംഗ്, അതായത് അരിത്തമെറ്റിക് ആൻഡ് ലോജിക്കൽ എക്സ്പ്രഷൻ ഹാൻഡ്ലിംഗ് ഒക്കെ ബിൽറ്റിൻ ആയിട്ടുള്ളത് ചെയ്യുമ്പോൾ കുറച്ച് പ്രശ്നങ്ങളുണ്ടാവും. ഇതൊക്കെ ബോൺ ഷെല്ലിൻ്റെ ഡ്രോബാക്സുമാണ്. അപ്പോൾ ഈ ബോൺ ഷെല്ലിൻ്റെ കമാൻഡ് പാത്ത് എന്ന് പറയുന്നത് /bin/sh അല്ലെങ്കിൽ /sbin/sh എന്ന് യൂസ് ചെയ്യാം. അപ്പോൾ ഓരോ ഷെല്ലിൻ്റെയും കമാൻഡ് പാത്ത് പഠിച്ചു വെക്കണം. അപ്പോൾ അത് താഴെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കി പഠിച്ചു വയ്ക്കാം. പിന്നെ സെക്കൻഡ് ടൈപ്പ് ഓഫ് ഷെൽ എന്ന് പറയുന്നത് C ഷെൽ അല്ലെങ്കിൽ CSH ഷെല്ലാണ്. അപ്പോൾ C ഷെൽ എന്ന് വെച്ചാൽ ഇറ്റ്സ് എ യുണിക്സ് എൻഹാൻസ്മെൻറ്റ് റിട്ടൺ ബൈ ബിൽ ജോയ്. അപ്പോൾ ബിൽ ജോയിൻ്റെ ഒരു ഷെല്ലാണ് C ഷെൽ എന്ന് പറഞ്ഞത്, അല്ലെങ്കിൽ CSH ഷെൽ എന്ന് പറഞ്ഞത്. അപ്പോൾ അതിൻ്റെ അകത്ത് കൺവീനിയൻ്റ് ആയിട്ടുള്ള പ്രോഗ്രാമിംഗ് ഫീച്ചേഴ്സ് ഉണ്ട്. അതേപോലെ തന്നെ ബിൽറ്റിൻ അരിത്തമാറ്റിക് ആൻഡ് ലൈക്ക് എക്സ്പ്രഷൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഈ ഷെൽ പ്രോഗ്രാമിങ്ങിൻ്റെ അകത്ത് നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ കമാൻഡ് പാത്ത് നെയിം എന്ന് പറയുന്നത് /bin/CSH. ഓക്കെ.
അപ്പോൾ അതാണ് ഇതിൻ്റെ കമാൻഡ് പാത്ത്. പിന്നെ അടുത്തത് നമുക്ക് നോക്കാനുള്ളത് തേർഡ് ടൈപ്പ് ഓഫ് ഷെല്ലാണ് കോൺ ഷെൽ അല്ലെങ്കിൽ KSH ഷെൽ. അപ്പോൾ ഈ കോൺ ഷെൽ എന്ന് റിട്ടേൺ ചെയ്തത് ഡേവിഡ് കോൺ ആണ്. അപ്പോൾ അതിൻ്റെ പേരും കോൺ ഷെൽ എന്നായി. അപ്പോൾ ഈ കോൺ ഷെൽ എന്ന് പറഞ്ഞാൽ ഒരു ബേൺ ഷെല്ലിൻ്റെ ഒരു സൂപ്പർ സെറ്റാണ്. അതായത് അതിൻ്റെ ബോൺ ഷെല്ലിൻ്റെ സൂപ്പർ സെറ്റാണ് കോൺ ഷെല്ല്. ഓക്കെ. അപ്പോൾ ഇതിലെന്താ വെച്ചാൽ ബോൺ ഷെല്ലിൻ്റെ എല്ലാ ഫീച്ചേഴ്സും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ അതിൻ്റെ ഇൻട്രാക്റ്റീവായിട്ടുള്ള ഫീച്ചേഴ്സ് അതിനേക്കാൾ കുറച്ചും കൂടെ കമ്പയർ ചെയ്ത് നമ്മൾ സീഷെല്ലിനായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചും കൂടെ ഇൻട്രാക്റ്റീവാണ് കോൺ ഷെൽ. അതായത് കൺവീനിയൻ്റ് ആയിട്ടുള്ള പ്രോഗ്രാം ഫീച്ചേഴ്സ് ഉണ്ട്. അപ്പോൾ അതിൽ നമ്മൾ നേരത്തെ പഠിച്ചു സീഷെല്ലിൻ്റെ അകത്ത് അതിൽ ബിൽറ്റ് ഇൻ ലോജിക്കലായിട്ടുള്ള എക്സ്പ്രഷൻ ഹാൻഡ്ലിങ്ങും അതേപോലെ അരിത്തമെറ്റിക്കൽ എക്സ്പ്രഷൻസും ഒന്നും നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല. പക്ഷേ കോൺ ഷെല്ലിൽ ആ ഫീച്ചേഴ്സ് എല്ലാം ഉണ്ട്. അതേപോലെ തന്നെ അറേസ് ഉണ്ട്, ഫങ്ഷൻസ് ഉണ്ട്, സ്ട്രിങ് മാനിപ്പുലേഷൻ ഫെസിലിറ്റീസ് ഉണ്ട്. അതൊക്കെ കുറച്ചും കൂടെ ഇമ്പ്രൂവ് ആയിട്ടുള്ളത് ഇതിൻ്റെ അകത്താണ്, കോൺ ഷെല്ലിൻ്റെ അകത്താണ്. അതേപോലെ തന്നെ ഇത് സീഷെല്ലിനേക്കാൾ കുറച്ചും കൂടെ ഫാസ്റ്ററായിട്ട് റൺ ചെയ്യും, പെട്ടെന്ന് നമുക്ക് റൺ ചെയ്യാൻ പറ്റും. പിന്നെ കോൺ ഷെല്ലിൻ്റെ കമാൻഡ് പാത്ത് എന്ന് പറഞ്ഞത് പാത്ത് നെയിം /bin/KSH ആണ്. പിന്നെ അടുത്ത് നോക്കാനുള്ളത് നമുക്ക് ബോൺ അഗെയിൻ ഷെൽ, അതായത് BASH, ബോൺ അഗെയിൻ ഷെൽ. ബോൺ അഗെയിൻ ഷെൽ എന്ന് വെച്ചാൽ ബോൺ ഷെല്ലിൻ്റെ ഒരു കോമ്പാറ്റബിൾ തന്നെയാണ് ഇതും. അപ്പോൾ ഇതിൻ്റെ അകത്ത് കോൺ ഷെല്ലിനേക്കാൾ കുറച്ചും കൂടെ കൂടുതൽ ഫീച്ചേഴ്സ് ഉണ്ട്. അതായത് സീഷെല്ലിനെയും കോൺ ഷെല്ലിനെക്കാൾ ഓരോ ഷെല്ല് വരുമ്പോൾ അതിൻ്റെ ഫീച്ചേഴ്സ് കൂടി വരുന്നുണ്ട് അല്ലേ. നേരത്തെ നമ്മൾ നോക്കിയതിനേക്കാൾ കുറച്ചും കൂടി ഫീച്ചേഴ്സ് ഇതിൻ്റെ അകത്തുണ്ടാവും. അതായത് ഇതിൻ്റെ അകത്ത് ആരോ കീസും അതേപോലെ നമുക്ക് കമാൻഡ് റീകോൾ എല്ലാം ഓട്ടോമാറ്റിക്കലായിട്ട് വരുന്നുണ്ട്. അതേപോലെ തന്നെ എഡിറ്റിങ് ഇതിൻ്റെ അകത്ത് വരുന്നുണ്ട്. നമുക്ക് ചെയ്യേണ്ട ആവശ്യം വരില്ല, ഓട്ടോമാറ്റിക്കലായിട്ടൊക്കെ വരുന്നു. അപ്പോൾ അതാണ് കോൺ ഷെല്ലിനെയും സീഷെല്ലിനെയും അപേക്ഷിച്ച് ബോൺ അഗെയിൻ ഷെല്ലിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞത്. അപ്പോൾ ബോൺ അഗെയിൻ ഷെല്ലിൻ്റെ കമാൻഡ് പാത്ത് എന്ന് പറഞ്ഞത് /bin/BASH ആണ്. പിന്നെ 5th വണ്ണ് TC ഷെല്ലാണ് അല്ലെങ്കിൽ TCSH ഷെൽ. ഓക്കെ. അപ്പോൾ ഇതിൻ്റെ അകത്തും